आज हम लोग एफेसो का पुस्तक से एक वाक्य पढ़ेंगे। എഫെസ്യ ലേഖനം 1-ാം അധ്യായം एफेसो का पुस्तक पहला अध्याय അതിന്റെ 17 മുതൽ നമ്മൾ വായിക്കുമ്പോൾ एफेसो 1 का 17 में हम पढ़ते हैं। 17 पढ़े। कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपने पहचान में ज्ञान और प्रकाश की आत्मा दे। അപ്പൊ ഇവിടെ നമ്മള് പ്രാർത്ഥിക്കേണ്ടതിൽ ഒരു വലിയ പ്രാർത്ഥന വിഷയം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ എഫെസ്യയിൽ ഇപ്പോൾ വായിച്ചത്. अभी हम लोग एफेसो का पुस्तक जो भाग हमने पढ़ा वो बाइबल में एक विश्वासी को किस रीति से प्रार्थना करना है जो एक बड़ी बात है उस विषय के बारे में बोला गया है। അപ്പൊ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണെന്നും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യ പദ്ധതിയിലെ ദൈവത്തിന്റെ ആ സ്നേഹവും കൃപയും ശക്തിയും ഒക്കെ ആർക്കു വേണ്ടിയാണ് വ്യാപരിപ്പിക്കുന്നത് എന്നൊക്കെയും നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ജഡീക ജ്ഞാനത്തിലെ ബുദ്ധിയില് കഴിയാത്തത് കൊണ്ട് നമുക്ക് അവിടെ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്ന് സ്പിരിറ്റ് ഓഫ് വിഷ്ഡം ആൻഡ് റെവലേഷൻ, അതായത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും. അപ്പൊ ഈ ജ്ഞാനം എന്താണ്, വെളിപ്പാട് എന്താണ് എന്നുള്ളത് രണ്ടും ഒരു കാര്യമല്ല. അപ്പൊ ഈ രണ്ട് കാര്യവും നമുക്ക് ഉണ്ടാകണം. നമുക്കൊരു ആത്മാവ് ലഭിച്ചു, പക്ഷേ ആത്മാവിന് വീണ്ടും ജ്ഞാനവും വേണം, റെവലേഷൻ വേണം. അപ്പൊ അത് കുറവാകുന്ന വിശ്വാസികൾക്ക് ഈ ദൈവം എന്തിനാണ് വിളിച്ചതെന്നുള്ളതിന്റെ ഒരു കാഴ്ചപ്പാട് ലഭിക്കാതെ അവർ എപ്പോഴും ജഡത്തിൽ ജീവിച്ച് നിരാശരും ദുഃഖിതരുമായി തീരുന്ന അവസ്ഥയിലേക്ക് ആയി പോകുന്നതിനെയാണ് ജഡീകരെന്ന് വേദപുസ്തകം വിളിക്കുന്നത്. क्योंकि हम विश्वासी इस दुनिया में हम जीते समय में प्रभु पिता परमेश्वर ने किन लोगों के लिए अपना प्रेम को जो न्यौछावर किया है, अपना महिमा और सामर्थ किस विषय के लिए परमेश्वर ने हमको दिया है करके ये बात समझने के लिए हमें उनका ज्ञान और प्रकाश का होना बहुत जरूरी है। क्योंकि हम लोग शारीरिक जीवन में जीने की वजह से, स्वाभाविक जीवन में जीने की वजह से हमें ये बात समझ में नहीं आता। इसके लिए उसमें एक प्रार्थना के द्वारा हमें एक ज्ञान और प्रकाश जो दोनों अलग अलग बातें हैं उसका आत्मा प्राप्त करना या ये हमें उपलब्ध होना मिलना बहुत जरूरी है। परंतु आज विश्वासी क्योंकि दुनिया के बारे में, संसार के बारे में सोचकर जीने की वजह से और उसी में मन लगाते हैं, इसलिए उनको शारीरिक विश्वासी करके बोलते हैं। അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു 18-ാം വാക്യത്തിലെ ഒരു പ്രത്യേക പദം ഐ ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് പറയുന്നതും ഐ എന്ന് പറയുന്നതും ഒന്നാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. तो इसके लिए 18 वाक्य में देखो, तुम्हारे मन की आंखें ज्योतिमय हो करके हम देखते हैं, तो वहां पर मन और आंख दोनों एक है करके लगता है, या समझने वाली आंख करके हमें दोनों एक ही है करके लगता है। അപ്പൊ നമ്മൾ ഒരു ലോക മനുഷ്യൻ എന്ന രീതിയിൽ, നമ്മൾ ജഡികർ എന്ന രീതിയിൽ നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് മനസ്സായതുകൊണ്ട് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു വരുന്നത്. हम लोग जब इस दुनिया में जीते समय में, क्योंकि हम लोग स्वाभाविक जीवन हमारा पहला था, स्वाभाविक रीति से जीने की वजह से हमारा आंखें जो है, हमारा मन या शारीरिक ज्ञान, उसमें हमेशा हम लोग समझ में आने का बातें पहला हमारा शारीरिक स्वभाव को या हमारा मन को होता था। എന്നാൽ ഇവിടെ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണെന്നും നമ്മൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വവും നമ്മുടെ അനന്ത ഭാവിയും മരണമില്ലാതെ അമർത്യതയിലേക്ക് പ്രവേശിച്ചതും ഹെവൻലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ദൈവം ഒരു വിഷ്ഡം, ദൈവം ഒരു ജ്ഞാനം തരികയാണ്. അത് സ്പിരിറ്റിലാണ്, നമ്മുടെ ആത്മാവിലാണ് തരുന്നത്. കാരണം നമ്മുടെ ആത്മാവ് ദൈവം ഒരു ജ്ഞാനം തരുമ്പോൾ ആ ജ്ഞാനം പ്രകാശിക്കാനായിട്ട് റെവലേഷൻ തരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം റെവലേഷൻ കിട്ടുമ്പോൾ ദൈവം റിവീൽ ചെയ്യുകയാണ്. റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് സ്പിരിറ്റിന് ജ്ഞാനം കിട്ടും. അതാണ് നമുക്ക് പ്രധാനമായിട്ട്. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട വിഷയം പ്രധാനമായും ഇതാണ്. അപ്പൊ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യാത്തവരിൽ ജഡജ്ഞാനം വ്യാപരിക്കുകയും അവർ ഈ ദൈവം വിളിച്ച കാര്യങ്ങൾ ഭൂമിയിലേക്കാണ് ദൈവം വിളിച്ചതെന്നുള്ള രീതിയിൽ ഒരു ജഡീക ജീവിതം നയിക്കുകയും ചെയ്യും. उसके लिए एक विश्वासी को प्रभु ने जब इस दुनिया में रखते समय में किस बात के लिए, उद्देश्य के लिए रखा है, ये बात उसको जानना जरूरी है।
और प्रार्थना एक ऐसा बात है जो विश्वासी को मदद करता है समझने के लिए। उसके पहले बात, सबसे पहला प्रभु जब विषय देते समय में प्रभु उसको ज्ञान और प्रकाश देता है, परंतु वो कहाँ पर देता है? आत्मा में देता है। तो ज्ञान और प्रकाश का आत्मा देते समय में, आत्मा में देता है करके बोलते समय में, ये ज्ञान वो जो परमेश्वर का स्वर्ग की बातें हैं, जो स्वर्ग ने हमें, प्रभु ने हमसे प्रेम किया, अनंत काल का जीवन दिया, स्वर्गीय बातों का ज्ञान, ये बात हम लोग समझ सके, वो समझने के लिए एक प्रकाश भी हमें मिलना जरूरी है। तो ज्ञान जब मिलते समय में वो प्रकाश है जो हमें मदद करता है जो ये सब बातें समझने के लिए। इसलिए विश्वासी को प्रकाश में होना जरूरी है, जो प्रभु उसको समझाता है उस ज्ञान के मदद से। परंतु विश्वासी दुनिया में अपना शारीरिक स्वभाव में जीने के वजह से, शारीरिक आदतों में जीने के वजह से, ये आत्मिक बातें नहीं, सबसे पहला वो शारीरिक जीवन में दुनिया की बातें, संसार की बातों में पहला वो सोचता है। इसके लिए आत्मा में, प्रार्थना में बने रहना बहुत जरूरी है। അപ്പം ഇവിടെ നമ്മള് ഈ ജ്ഞാനവും അല്ലെങ്കിൽ റെവലേഷൻ എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും ഇവിടെ നമുക്കറിയാം ഈ ആത്മാവിലുള്ള നമ്മുടെ അന്തർജ്ഞാനമാണ് ഇവിടെ വിഷ്ണു ഉദ്ദേശിക്കുന്നത്. ഈ വിഷ്ണു എന്താണെന്ന് നമ്മുടെ മനസാക്ഷിയിൽ റിവീൽ ചെയ്യുകയാണ്, ഇല്ലുമിനേറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ സത്യം നമ്മുടേതായിരിക്കുന്ന വീണ്ടും ജനിച്ച ആത്മാവിലുണ്ട്, അത് നമ്മുടെ അന്തർജ്ഞാനത്തിലുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിന് അത് കിട്ടുന്നില്ല. മനസ്സിന് കിട്ടണമെങ്കിൽ നമ്മുടെ റെവലേഷൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഈ ദൈവിക ജ്ഞാനം നമ്മുടെ മനസാക്ഷി, നമ്മുടെ സ്പിരിറ്റിന്റെ ഭാഗമായ മനസാക്ഷി റിവീൽ ചെയ്യുകയാണ്. അതാണ് സാക്ഷ്യം. ദൈവത്തിന്റെ സാക്ഷ്യം പ്രകടമാകുന്നത് നമ്മുടെ മനസാക്ഷിയിലാണ്. അപ്പോൾ മനസാക്ഷിയിൽ പ്രകടമാകുമ്പോൾ അത് ഭാഗ്യശക്തി കൂടാതെ അന്തരാത്മാവിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ആകും. इसके लिए प्रभु जब अपना ज्ञान की बातें, जो प्रभु ने हमको जो प्रकाश दिया है, वो प्रकाश की बातें या वो ज्ञान की बातें, प्रभु जब वो ज्ञान का बातें, हमने जब एफएससी को पुस्तक में जो हमने वो वाक्य पढ़ा, उस वाक्य के अनुसार प्रभु हमको ज्ञान और प्रकाश की आत्मा दे। तो ये ज्ञान का बात जब हमको दे करके बोलते समय में, वो कहाँ पर है? हम जानते हैं हमारे आत्मा में, परंतु आत्मा में कौन सा भाग का बात है वो भी हमें समझना जरूरी है। वो है हमारा आत्मा का अंतर ज्ञान में, जो हम इंट्यूशन करके कहते हैं। इस आत्मा के अंतर ज्ञान में परमेश्वर का ज्ञान पहले से ही उपलब्ध है। ये उपलब्धि का ये ज्ञान जो हमारा अंतर ज्ञान में जो आया हुआ ज्ञान को विवेक में है, जो विश्वासी को वो मिलता है, जिसके द्वारा वो मन में वो व्यक्ति समझता है वो ज्ञान क्या है करके। അപ്പൊ നമ്മൾ ഓൾറെഡി മൈൻഡില് ഒരുപാട് ജ്ഞാനം ഓക്യുപ്പൈഡ് ആണ്. നമ്മള് പഠിച്ച വിദ്യാഭ്യാസം, ലോകത്തിലെ രാഷ്ട്രീയം, നമ്മുടെ ഈ ഫ്ലഷിലൂടെ കിട്ടിയ ജ്ഞാനം ഓൾറെഡി മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. तो ये अंतर्ज्ञान में मिला हुआ ज्ञान जब विवेक में एक प्रकाश होकर है वो व्यक्ति को चलाता है, और वो व्यक्ति, मनुष्य मन में वो बात को समझता है। परंतु एक मनुष्य का स्वाभाविक रीति से मन में वो बहुत से बातें पहले से समझ के रखा है। दुनिया में जब स्कूल में जाता है, एजुकेशन, ये दुनिया की बातें ऑलरेडी उसका माइंड में पहले से ही बातें उसमें है। അപ്പൊ നമ്മുടെ പെരുമാറ്റത്തിന്, നമ്മുടെ ബാഹ്യമായുള്ള ഇടപെടലിന് ഈ മൈൻഡിലുള്ള ജ്ഞാനമാണ് ഇടപെടുന്നത്. നമ്മുടെ ആരോടെങ്കിലും ഇടപെടുന്നത്, മാതാപിതാക്കളോടാണെങ്കിലും അതുപോലെ സ്കൂളിലാണെങ്കിലും ബാഹ്യമായി നമ്മുടെ മൈൻഡിലുള്ള ജ്ഞാനം, ഇടപെടാൻ, പെരുമാറാൻ നമുക്ക് മൈൻഡിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ആ മൈൻഡിൽ ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവര് ആ ജ്ഞാനത്തിൽ വളർന്നു വരുന്നേ ഉള്ളൂ. ആ കിട്ടിയ ജ്ഞാനം ഫ്ലഷിലിയാണ്. तो इसके लिए जब एक मनुष्य, एक व्यक्ति जब इस दुनिया में जीते समय में सबसे पहला बात, स्वाभाविक रीति से इस दुनिया में जब वो बात करना पड़ता है, समझना पड़ता है, ज्ञान इस्तेमाल करता है, वो उसका जो स्वाभाविक मन जो उसको है, वो उस मन के मदद से है ये सब बातों को वो करता है। जब वो बात करते समय में माता पिता के साथ बात करता है, घर में बात करता है, ऑफिस में बात करता है, जिधर भी बात करने का टाइम में, उस समय में उसका जो ज्ञान और जो इस्तेमाल करने वाला बात है, उसका स्वाभाविक मन में जो पहले से ही ज्ञान जो मौजूद है, उस ज्ञान जो मन में है, उसी के द्वारा वो वार्तालाप करता है, बातें करता है। और ये ज्ञान का शारीरिक ज्ञान है जो उसको पहले से ही मिला हुआ है। അപ്പോൾ നമ്മള് വേദപുസ്തകത്തിൽ എടുക്കുകയാണെങ്കിൽ പൗലൂസ് ഈ മൈൻഡില് യഹൂദന്മാരിൽ അല്ലാതെ തന്നെ ഗ്രീക്ക് സംസ്കാരത്തിന്റെ ജ്ഞാനവും പെരുമാറ്റം, വളരെ ഒരു റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ലോകത്തിൽ ആരോടും എങ്ങനെ ഇടപെടാനുള്ള ഒരു കഴിവ് തനിക്ക് ലോകജ്ഞാനം കൊണ്ടുണ്ടായിരുന്നു.
तो पौलुस उसके समय में उस समय में सबसे होशियार और सबसे ज्ञानी व्यक्ति था। वो केवल एक यहूदी नहीं, बल्कि उसने यूनानी ग्रीक भाषा का पहले से ही उसको बचपन से ही वो जाना था, सीखा था। रोम के विषय में जो ज्ञान चल रहा है, उसका जो समझ की बातें हैं, वो सब उसको अच्छे रीति से समझता था और वो वार्तालाप करता था, जिसके वजह से उस समय का कोई भी प्रकार के ज्ञानियों के साथ किस रीति से कैसा मुठभेड़ करना है, बात करना है, वो जानता था। അപ്പോൾ അദ്ദേഹം ന്യായപ്രമാണം മനസ്സിലാക്കിയതും ഈ ലോകജ്ഞാനത്തിൽ, അതുകൊണ്ടാണ് ന്യായപ്രമാണ പ്രകാരം ഞാൻ ഒരു കുറവ് എന്നിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. എന്നിൽ ഒരു കുറവും ഇല്ല, കാരണം ഞാൻ തികഞ്ഞവനാണ് എന്നുള്ള സ്വയം അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അന്ന് ലോകജ്ഞാനത്തിൽ തനിക്കുണ്ടായിരുന്നത്. तो उस ज्ञान में जब वो संसारिक ज्ञान में जब जीते समय में, उसी संसारिक ज्ञान की मदद से वो व्यवस्था को भी समझता था। और वो क्योंकि उसने अपना स्वयं का ज्ञान को इस्तेमाल किया, वो स्वयं ज्ञान में इतना ज्ञानी और घमंडी हो गया कि वो व्यवस्था की बातों को कहने लगा कि व्यवस्था की बातों में कोई भी प्रकार का दोष मुझ में दिखता नहीं, क्योंकि मैंने सारा व्यवस्था को पूरा करते आ रहा है करके इस प्रकार का ज्ञान में वो पहुंच गया था। എന്നാൽ തന്റെ മനുഷ്യ ആത്മാവിൽ വീണ്ടും ജനിച്ച റീജനറേറ്റഡ് മനുഷ്യ ആത്മാവിൽ ദൈവത്തിന്റെ റെവലേഷൻ ജ്ഞാനമായി കിട്ടിയപ്പോൾ താൻ തന്നെ തന്നെ തിരുത്തിയതാണ്. നമ്മള് ഒരു വാക്യം വായിക്കാം. അതായത് 2 കോരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. परंतु जब पौलुस जब उसका उद्धार हो गया, नया जन्म हो गया, परमेश्वर का आत्मा जब उसके अंदर भर गया, उस नया जन्म में उसका आत्मा का पुनर्जन्म हो जाने की वजह से, नया जन्म में आत्मा नया मिल जाने की वजह से, 2 कोरिन्थी 1 अध्याय का 12 वाक्य में वो एक बात गवाही देता है। ഇവിടെ ഒരുപാട് കമ്മ്യൂണിക്കേഷന് നമുക്ക് ആവശ്യമായ ഒരുപാട് വേർഡുകൾ ഇവിടെ. ഒന്നാമത് ടെസ്റ്റിമണി ഓഫ് അവർ കോൺഷ്യൻസ്, ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം. അത് പണ്ട് പുള്ളിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. തന്നെയല്ല, यहाँ पर बहुत से शब्द है जो यहाँ पर पौलुस जब इस्तेमाल करते समय में हम देखते हैं। उसमें से एक बात है विवेक की इस गवाही। तो पहला उसका विवेक में जो गवाही के विषय में इस रीति से पूर्ण बोध्य रीति से, नया जन्म होने से पहले इस रीति से वो बात नहीं कर पाता था। ഞങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഞങ്ങളുടെ പെരുമാറുന്നത് ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ഞങ്ങളുടെ പെരുമാറ്റം ലോകജ്ഞാനത്തിലല്ല, പിന്നെ എങ്ങനെയാണ്? അത് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ മനസാക്ഷിയിൽ അതിന്റെ സാക്ഷ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ആകെ ആള് മാറി. ഇപ്പോൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവുള്ള പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ജഡജ്ഞാനം ഉപയോഗിക്കുന്നില്ല. ഇവിടെയാണ് നമ്മള് സ്വർഗത്തിലെ വിളിയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കയില്ല. അപ്പോൾ അതിന്റെ അർത്ഥം, ദൈവം ഒരാളെ വിളിച്ചാൽ ആ വിളിക്ക് അനുസരണം കാണിക്കണമെങ്കിൽ നമുക്ക് ലോകജ്ഞാനത്തിലൂടെ അത് സാധിക്കില്ല. കാരണം ജഡജ്ഞാനം ദൈവത്തിന് കീഴടങ്ങത്തില്ല, ദൈവത്തിന്റെ വിളിക്ക് കീഴടങ്ങത്തില്ല. അപ്പൊ പൗലോസിന് വന്ന മാറ്റം എന്ന് പറയുന്നത് തന്റെ പഴയതിനെ പുതിയതാക്കിയതല്ല, പിന്നെയോ സ്പിരിറ്റിൽ നിന്ന്. അപ്പോൾ അവന്റെ ഈ മനസാക്ഷി എവിടെയാണുള്ളത്? അവന്റേതായിരിക്കുന്ന പുതിയതായിട്ട് ജനിച്ച ആത്മാവിലാണ് ഈ മനസാക്ഷി ഉള്ളത്. അവിടെയാണ് ജ്ഞാനമുള്ളത്, അവിടെയാണ് ഗ്രേസ് ഉള്ളത്, അവിടെയാണ് പെരുമാറ്റത്തിന് ആവശ്യമുള്ള കൃപ ലഭിക്കുന്നത്. അപ്പോൾ പൗലോസ് ആരംഭിക്കുന്നത് ജഡത്തിലല്ല, ആത്മാവിലാണ്. इसके लिए ये पौलुस जो एक समय में जब वो शाऊल था, वो अपना ज्ञान में, अपना शारीरिक ज्ञान में, स्वाभाविक बात ज्ञान में घमंड करके जीने वाला व्यक्ति, परंतु जब वो विश्वासी बन गया, नया जन्म उसको पाया, तो उसके विषय में वो कहता है कि अभी वो जब मैं लोगों के सामने जब मैं आया, तो मैं कोई शारीरिक ज्ञान से नहीं मैं तुम्हारे बीच में आया, तो देखो, बल्कि वो परंतु परमेश्वर का अनुग्रह के साथ से वो आया है। तो ये ऐसा क्यों पौलुस को ये ऐसा बोल पाया? क्योंकि उसके अंदर जो आत्मा जो उसको प्रभु ने नया जन्म के द्वारा, उसका मनुष्य आत्मा का जो नया जन्म हुआ, उस नया जन्म में परमेश्वर ने उसको उसका स्वभाव से हटाकर प्रभु का ज्ञान में उसको मिल जाने की वजह से वो इस रीति से बोल पा रहा है, जिसकी वजह से वो अभी अपना स्वयं के ज्ञान पर नहीं घमंड करता, बल्कि उसका विवेक का गवाही जो उसको प्रभु ने दिया है, उस पर घमंड करके वो जीता है। അപ്പൊ ദൈവം ഇടപെട്ടപ്പോൾ അവന് ബോധ്യം വന്നു. അവന്റെ മനസാക്ഷിയിൽ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ പാപി പൗലോസ് ആണെന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ഉടനെ അവൻ അതിനെ അനുസരിച്ചു. അപ്പൊ ദൈവം ഒരു കാര്യം നമ്മുടെ മനസാക്ഷിയിൽ നമ്മുടെ അന്തർജ്ഞാനം വഴി വെളിപ്പെടുത്തുമ്പോൾ ഉടനെ കീഴടങ്ങി അനുസരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ലഭിക്കുന്നത്.
इसके लिए जब पौलुस को प्रभु का ज्ञान की बातें जब उसका आत्मा में आया, उसका आत्मा का उसका विवेक के भाग में जब आया, हम जानते हैं कि उसके अंदर अब वो गवाही का विवेक में, उस विवेक का इस गवाही उसके कौन सा विवेक में आया है, नया जन्म पाया हुआ आत्मा का विवेक में आया है। तो जब प्रभु ने और उस विवेक को, उस गवाही को उसने अंत तक आज्ञा का पालन किया। तो जब प्रभु ने उसको प्रकट करके बताया उस पापी में वो पहला है करके, या सबसे प्रथम पापी है करके, उस विवेक का, उस गवाही को उसने मानकर उसको आज्ञा किया। इसलिए हर एक विश्वासी जो नया जन्म पाया हुआ विश्वासी है, उसको विवेक में आया हुआ गवाह को आज्ञा का पालन करना जरूरी है। അപ്പോൾ അദ്ദേഹത്തിന്റെ ജഡജ്ഞാനത്തിലുള്ള കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യായപ്രമാണം പഠിച്ചതും പഴയ തന്റെ രക്ഷിക്കപ്പെടാത്ത തന്റെ അവസ്ഥയെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ 3-ാം അധ്യായത്തിൽ ജഡത്തിൽ താൻ പ്രശംസിച്ച കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. അതായത് तो पौलुस जब शरीर में, उसको जब शारीरिक ज्ञान जब में जीते समय में क्या क्या बातों में वो घमंड करता था करके, फिलिपियों का पुस्तक 3 अध्याय का 3 से पढ़ते समय में क्या क्या बातें थी करके, वहां पर हम सब बातें नहीं देखेंगे, एक बात को हम देखेंगे कि वो किस विषय पर ज्यादा शारीरिक ज्ञान में घमंड करते समय में वो क्या था करके. അവിടെ അതിന്റെ 6-ാം വാക്യം ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചാണ്. അപ്പൊ ശുഷ്കാന്തി ഉണ്ടായിരുന്നു, ഭയങ്കര തീവ്രതയായിരുന്നു, താനൊരു തീവ്രവാദിയായിരുന്നു. കാരണം ഏതൊരു ക്രിസ്ത്യാനിയും കൊല്ലുന്ന. അപ്പോൾ അതിനുള്ള ജ്ഞാനം, അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ ഒരാളെ കൊലപ്പെടുത്തുന്നതിന് കുറ്റബോധം ഉണ്ടായിരുന്നില്ല. उत्साह के विषय में यदि कहूं तो कलीसिया को सताने वाला, तो ये देखो वो उस समय में व्यवस्था को पूरा करने के विषय में उसका उत्साह इतना ज्यादा हो गया था कि वो कलीसिया को सताता था। तो उस समय में उसको जो ज्ञान मिला व्यवस्था में, उसका स्वयं ज्ञान के भरोसे से जब वो कलीसिया को सताने जाता था, वो विश्वासियों को मार डालता था, विश्वासी लोगों को कत्ल करता था। ये कत्ल करते समय में, खून करते समय में उसका विवेक में कोई भी प्रकार का दोष उसको अनुभव होता ही नहीं था, क्योंकि वो उतना उत्साह से लोगों को कत्ल करने के लिए तैयार था। ഇപ്പൊ നമ്മളൊരു എത്ര പാപം ചെയ്താലും മനസാക്ഷിയിൽ ദൈവം ഇടപെടുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും നമ്മള് സ്വയം നമ്മളിത് ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിലാണ് നമ്മളായി. അതുകൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. ദൈവം മനസാക്ഷിയിൽ ഇടപെടാത്തത് കൊണ്ട് നമുക്ക് ഹൃദയത്തിൽ വേദനയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ അതിൻ്റെതായ ഒരു പ്രയാസമോ ഇല്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് നമുക്ക്, അതിന്റെ പ്രാർത്ഥന, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പലതും ഭൗമികമായതുകൊണ്ടും ദൈവിക ജ്ഞാനത്തിലല്ലാത്തത് കൊണ്ടും ദൈവത്തോടൊരു കൂട്ടായ്മ കിട്ടുന്നില്ല. ദൈവത്തോട് കൂട്ടായ്മ കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ അന്തർജ്ഞാനം നമ്മുടെ മനസാക്ഷിയിൽ വെളിപ്പെട്ട് വന്നിട്ട് ഞാൻ ഭയങ്കര പാപിയാണെന്നും എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലെന്നും പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസാക്ഷിയിൽ വെളിപ്പെടുത്തുകയാണ്. इसके लिए जब एक विश्वासी के जीवन में या एक व्यक्ति के जीवन में परमेश्वर ने जब उसका विवेक, जब वो गलती करता है, पाप करता है, उस व्यक्ति को अगर उसका विवेक में प्रभु ने अगर उसको बोध नहीं दिया हो, तो वो व्यक्ति को क्या लगेगा कि वो जो भी कुछ कर रहा है वो सही कर रहा है, जो भी कुछ कर रहा है वो धर्म के अनुसार कर रहा है बोलकर इस तरह का गलत फहमी उसके जीवन में आता है। तो वो जो भी करेगा वो सही है बोलकर इस तरह का गलत फहमी में करने वाला सब बातें परमेश्वर के खिलाफ की बातें हैं। और ऐसे समय पर उसको परमेश्वर की ओर से ज्ञान का आत्मा और प्रकाश करने का आत्मा उसके अंदर कार्य नहीं करता, क्योंकि वो ऑलरेडी अपना स्वयं में कार्य कर रहा है। इसके लिए प्रार्थना एक ऐसा बात है जो उस व्यक्ति को बोध में लाता है कि किस रीति से प्रभु ने हमें हमारे शारीरिक ज्ञान के लिए नहीं बल्कि आत्मिक रीति के लिए इस्तेमाल किया है। इसलिए आत्मा में उस विषय के लिए समर्पण होना बहुत जरूरी है, तो ही प्रभु में उसको वो सही आत्मा का ज्ञान देगा। तो आत्मा उसको क्या ज्ञान देता है कि मैं एक बहुत बड़ा पापी हूं, मैं परमेश्वर के खिलाफ कार्य करता था, प्रभु मुझे आपका ज्ञान का जरूरत है बोलकर समर्पण करने वाला स्वभाव है परमेश्वर का ज्ञान का आत्मा का खासियत। അപ്പോൾ ദൈവത്തിൻ്റെതായ സമാധാനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടേതായിരിക്കുന്ന അസമാധാനത്തിന്, ദൈവത്തിനോടുള്ള സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് മനസാക്ഷി വെളിപ്പെട്ട് കിട്ടുകയും അപ്പോൾ അത് ക്രിസ്തു ചുമന്നു മാറ്റി, അങ്ങനെ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ക്രിസ്തുവിന്റെ തലയിലായെന്നും ക്രിസ്തു അത് ചുമന്നു മാറ്റിയെന്നും അപ്പോൾ ദൈവത്തിന്റെ വിവേകം എന്റെ വിവേകത്തിൽ വരികയാണ്. എന്നെ ദൈവം ഇനി ഒരു വിധത്തിലും എന്നെ ന്യായം വിധിക്കുകയില്ലെന്നും എന്റെ മനസാക്ഷിയിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ദൈവത്തിന്റെ അതേ സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. इसलिए वो व्यक्ति जब इस दुनिया में जीते समय में, वो जब अशांत अवस्था में जीते समय में, अशांति का अवस्था में जीते समय में प्रभु चाहता है कि वो उसका, प्रभु का शांति उस व्यक्ति को दे। तो इसीलिए है वो ज्ञान का आत्मा जो उसको सहायता करता है,
तो जब ये ज्ञान का आत्मा उसको बताता है कि तुझे जो शांति जो चाहिए, वो शांति प्राप्त करने के लिए जो दंड है वो प्रभु यीशु मसीह ने सहा, तेरा सारा न्याय ले लिया है, और जो प्रभु पर विश्वास करेगा उसको शांति मिलेगा करके, ये जब बात उसको विश्वास में, ज्ञान में है, जब प्रभु उसको आत्मा में उसको समझाता है, तभी है उसको उस व्यक्ति के अंदर, उसके आत्मा में परमेश्वर का खुशी, परमेश्वर का आनंद, परमेश्वर का शांति, ये सब बातों में वो भर जाता है जब वो क्रूस में प्रभु ने किया हुआ कार्य को देखता है। तो അപ്പൊ ഇവിടെ നമ്മള് കർത്താവിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ മരിക്കുന്നത് വരെയും അല്ലെങ്കിൽ നമ്മള് ഈ ശരീരത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തിന് നമ്മളോട് വീണ്ടും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തന്ന് നമ്മളെ മുഴുവനും പ്രകാശിപ്പിച്ച് സ്വർഗം കൊണ്ട് നിറയ്ക്കണം, ക്രിസ്തുവിനെയും കൊണ്ട് നിറയ്ക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर का आग्रह क्या है? एक विश्वासी जितना समय ये दुनिया में जी रहा है, जितना उम्र उसको है, वो उम्र, जितना उम्र बाकी है विश्वासी बन जाने के बाद, वो पूरा उम्र वो क्या करे? परमेश्वर यीशु मसीह के द्वारा जो ज्ञान और प्रकाशमय का आत्मा से वो व्यक्ति के अंदर भर भरकर स्वर्ग का सब प्रकार का ज्ञान और प्रकाश से वो व्यक्ति भर जाए, ताकि वो पूर्ण रीति से मसीह के समान बन जाए, मसीह का रूप में बदल जाए, मसीह का ज्ञान और सत्य में भर जाए. അപ്പൊ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ അന്തർജ്ഞാനത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനമാണ് നമുക്ക് ജ്ഞാനമായിട്ട് ദൈവം തരുന്നത്. യേശുവിനെ തന്നെയാണ് ജ്ഞാനമായിട്ട് തരുന്നത്. तो परमेश्वर क्या करता है? जिस रीति से यीशु मसीह इस दुनिया में जीते समय में वो ज्ञान से भरकर जिया, उसी रीति से विश्वासी जब प्रभु पर आश्रय करता है तो प्रभु उसका ज्ञान प्रभु का जो ज्ञान है वही ज्ञान वो विश्वासी को भी मिलता है इस दुनिया में. मतलब वो व्यक्ति के लिए अभी प्रभु ही उसका ज्ञान है. അപ്പൊ ക്രിസ്തു എങ്ങനെ ജ്ഞാനിയായിരിക്കുന്നു, മനുഷ്യൻ എന്ന രീതിയിൽ ഏതെല്ലാം നിലയിൽ അവന് ജ്ഞാനമുണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സാക്ഷിയിൽ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കണം. നമ്മളെ ദൈവത്തെ അനുസരിച്ചില്ല എങ്കിൽ ഈ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഈ ജീവന്റെ വർധന ഉണ്ടാകത്തില്ല. तो परमेश्वर जब यह चाहता है कि हम मसीह के ज्ञान के रूप में हम बदलते जाए, मसीह के ज्ञान के समान ज्ञानी होते जाए, उसमें बढ़ते जाए, तो उसी समय में परमेश्वर हमारा गलतियां और हमारा कमियां हमारे विवेक के द्वारा हमें प्रकट करके देगा. उस समय में हमारा सारा गलती और कमी को हमें मानना है, उसको समझना है और अंगीकार करके प्रभु के उपस्थिति में अपने आप को समर्पण करना है. जितना हम समर्पण करेंगे उतना हम मसीह के ज्ञान में बढ़ेंगे. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം, നമുക്ക് യേശുക്രിസ്തുവിന് ഭൂമി ജീവിച്ചപ്പോൾ അവന്റെ മനുഷ്യ ആത്മാവിൽ, അവന്റെ ആന്തരിക ജ്ഞാനത്തിൽ അവൻ പാപിയാണെന്നോ അവനിൽ പാപമുണ്ടെന്നോ കൺഫസ് ചെയ്യണമെന്നോ നിരപ്പ് പ്രാപിക്കണോ എന്നുള്ള ജ്ഞാനം യേശുവിൽ, കാരണം യേശുവിന് അതിന്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനല്ല. നമ്മൾ പാപിയാണെന്നും നമ്മള് നരകത്തിലേക്ക് പോകേണ്ടവരാണെന്നും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ, അപ്പോൾ നമുക്ക് ഹോളി സ്പിരിറ്റ് ക്രിസ്തുവിലുള്ള ജ്ഞാനം കൊണ്ടുവരണമെങ്കിൽ ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ ജ്ഞാനം നമ്മളിൽ എത്തുവാൻ തക്കവണ്ണം നമ്മളെ മാനസാന്തരത്തിലേക്ക് ഹോളി സ്പിരിറ്റ് നയിക്കേണ്ടിയിരിക്കുന്നു. इसके लिए सबसे पहला बात, हमें यीशु मसीह का आत्मिक जीवन और हमारा आत्मिक जीवन का एक बहुत बड़ा फर्क जानना बहुत जरूरी है. यीशु मसीह जब इस दुनिया में जीते समय में, मैं एक पापी हूं, मेरे अंदर पाप का दोष भरा हुआ है, मैं पाप कर सकता हूं, इस तरह का बातें, संकोच, ज्ञान कभी भी उसके अंदर नहीं था, क्योंकि वो पापहीन था. उनमें कोई भी प्रकार का पाप नहीं था, पाप का स्वभाव नहीं था. वो एक सिद्ध और शुद्ध और पवित्र आदमी है. उनको कभी भी पाप का ज्ञान देकर बोलते होकर परमेश्वर मुझे बताओ, मैं नम्र होना चाहता हूं, इस तरह का बातें प्रभु में नहीं था, क्योंकि उनके अंदर पाप नहीं है. लेकिन हमारा विषय में ऐसा नहीं है. हम लोग पाप से जन्म लेने की वजह से पवित्र आत्मा सबसे पहला हमें हमारा निकम्मापन, हमारा कमजोरी का अवस्था, जो पाप का स्वभाव है, उस बात को प्रभु हमें दिखाता है. वो बात जब हमारा कमजोरी जब बताएगा तो प्रभु जो सिद्ध है और वो सिद्धता का महत्व हम समझ पाते हैं. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ആ വീണ്ടും ജനിച്ച ആത്മാവിലാണ് നമ്മുടെ ദേഹിയിൽ എന്തുണ്ടെന്ന് കാണാൻ ദൈവാത്മാവ് ഇവിടെ വരുന്നത്. അത് നമ്മൾ മനസ്സിലായി. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളെ എത്ര പരിശോധിച്ചാലും നമ്മുടെ പാപം നമുക്ക് ബോധ്യമാകും. നമ്മൾ നല്ലവരാണെന്ന് ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് തെറ്റ്, പക്ഷേ ഞാൻ അത്രയും പാപിയല്ല, ഞാൻ മറ്റവനേക്കാൾ നല്ലവാണെന്ന് തോന്നും. എന്നാൽ നമുക്കൊരു പുതിയ ആത്മാവ് ലഭിച്ചിട്ട് നമ്മുടെ മനുഷ്യാത്മാവിലൂടെ നമ്മുടെ ദേഹിയെ പരിശുദ്ധാത്മാവ് കാണിക്കുമ്പോൾ അവിടെയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള നിലവിളി നമ്മുടെ ദേഹിയുടെ നിന്ന് ഉയരാൻ കഴിയുന്നത്. तो एक व्यक्ति को वो पापी है करके बोध कब होगा? जब उसको नया जन्म का आत्मा मिलता है.
जब वो नया जन्म का आत्मा जब उसको मिलते समय में, नया नया सृष्टि वाला आत्मा जब उसको मिलता है, जो मनुष्य आत्मा है, उद्धार के समय में जब मिलता है, उस आत्मा की मदद से वो समझ में आता है कि उसका प्राण कितना निकम्मा है, उसका प्राण कितना गिरा हुआ है। स्वाभाविक रीति से मनुष्य कभी भी अपना स्वाभाविक ज्ञान से कभी ये बात समझ नहीं सकता कि वो कितना पापी है करके। हाँ, उसमें एक दो गलती है, मैं उधर उधर छोटा गलती करता हूँ, मैं सुधार जाऊंगा, ये सब बातें का उसको सोच विचार आता है। परंतु तो भी वो जीते समय में क्या जी रहा है कि मैं यीशु मसीह से भी शुद्ध और पवित्र आदमी हूं बोलकर इस तरह का गलत फहमी में जी रहा है। इसलिए वो व्यक्ति को नया जन्म होना बहुत जरूरी है, क्योंकि वो नया जन्म के आत्मा के द्वारा ही वो व्यक्ति कितना निकम्मा है, हाय मैं कितना अभागी मनुष्य, इस पाप में शरीर से मुझे कौन बचाएगा, सिर्फ प्रभु बचा सकता है करके वो मूल्यता, वो महत्व उसको तभी समझ में आता है। അപ്പൊ നമുക്ക് ആത്മാവിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ पहला कोरिंदी 2:10 में आत्मा का फंक्शन के बारे में हम देखते हैं। वहां पर അവിടെ ആദ്യം പറയുന്നത് നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് കണ്ണ് കാണും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ അല്ലാത്ത കാര്യങ്ങളാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 17 ദൈവം നമ്മെ വിളിച്ചതിന്റെ ആശയം കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെങ്കിൽ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യാത്മാവ് പ്രവർത്തിക്കുന്നത് എന്ന് തമ്മിൽ വ്യക്തമായിട്ട് അറിയണം. तो इसके लिए पवित्र आत्मा कैसे काम करता है, मनुष्य अपने जीवन में कैसा काम करता है, ये दोनों का फर्क हमें जानना जरूरी है। तो वाक्य 10 में परंतु परमेश्वर ने उनको अपने आत्मा के द्वारा ये प्रकट किया है। तो ऊपर का 9वां वाक्य में जो आंखों ने ना देखा हो, कानों ने ना सुना हो, यानी कि मनुष्य का स्वाभाविक रीति का पंच यंत्र में जो बात ज्ञान समझ में नहीं आ सकता, वो बातें प्रभु ने हमको अपना आत्मा के द्वारा हमें प्रकट करके दिया है। जो एफएसओ के पुस्तक में भी पढ़ते समय में हमारा क्या क्या अवस्था है स्वर्गीय स्थान का, वो सब बातें हमें आत्मा में है, जो परमेश्वर के आत्मा के द्वारा समझ में आते। इसलिए मनुष्य आत्मा कैसा काम करता है, पवित्र आत्मा का रीति क्या है प्रकट करके देना, यह समझना जरूरी है। അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആളത്വത്തിലേക്ക് ഉഴന്ന് ഇറങ്ങി നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ദൈവത്തിൽ ഒരു അനീതിയും കാണുന്നില്ല, ഒരു പാപവും കാണുന്നില്ല. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇതാണ് പരിശുദ്ധാത്മാവ് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുന്നത്. तो जब परमेश्वर की आत्मा परमेश्वर की गहराइयों में जब जांचता है, परखता है, क्योंकि आत्मा क्या करता है, सब बातों को, वर्ण परमेश्वर की गूढ़ बातों को भी जांचता है। तो जब पवित्र आत्मा परमेश्वर की गहराइयों में जब प्रवेश करते समय में, परमेश्वर को जांचते समय में क्या परमेश्वर में पाता है कि परमेश्वर में कोई भी अधर्म नहीं, बल्कि ये परमेश्वर पवित्र 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 है। ये परमेश्वर का ये है सच्चा स्वभाव, जो पवित्र आत्मा परमेश्वर में जांच करते समय में प्रकट होता है। ഇതുപോലെ തന്നെയാണ് നമുക്ക് മനുഷ്യാത്മാവിനെ കിട്ടുമ്പോൾ മനുഷ്യാത്മാവ് ദേഹിയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മ സഹായത്തോടെ അന്വേഷിക്കുമ്പോൾ നമ്മളിലുള്ള പാപങ്ങൾ നമുക്ക് കാണിച്ചു തരും. उसी रीति से जब मनुष्य का आत्मा यानी कि नया जन्म पाया हुआ मनुष्य का आत्मा जब मनुष्य को मिल जाता है उद्धार के समय में, तो वो मनुष्य का प्राण में उसका गहराई में क्या क्या है करके उसका मनुष्य आत्मा उसको बताता है। मनुष्य आत्मा को मदद करने के लिए पवित्र आत्मा वहां पर मौजूद है। तो पवित्र आत्मा की मदद से मनुष्य आत्मा वो उसका मनुष्य का प्राण में क्या क्या बसा हुआ है, क्या क्या बातें छुपा हुआ है, वो प्रकट करता है। അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുന്ന യേശുക്രിസ്തു ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മളെ കാണിച്ചു തരുമ്പോൾ അതിന് സ്ഥാനം ക്രൂശാണെന്ന് കണ്ടിട്ട് ഇവയെ എടുത്തു മാറ്റണം ക്രൂശിലേക്ക്. ഞാൻ ക്രൂശിക്കപ്പെട്ടു. ദൈവാത്മാവ് കാണിച്ചു തരുമ്പോൾ ഉടനെ യേസ് അങ്ങനെ തന്നെയാണ് ഞാൻ ക്രൂശിക്കപ്പെടുന്നു, കാരണം ക്രൂശിക്കപ്പെടാൻ മാത്രമേ ഞാൻ കൊള്ളാവൂ എന്ന് പറഞ്ഞ് നമ്മളെ എടുത്തു മാറ്റുമ്പോൾ, നമ്മളെ ക്രൂശീകരണത്തിൽ കൊണ്ടുപോകുമ്പോൾ ക്രിസ്തുവിന്റെ യോഗ്യത നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. आमीन। इसके लिए जब पवित्र आत्मा की मदद से जब हमारा मनुष्य आत्मा हमारे प्राण के गहराइयों को जब जांचते समय में परखते समय में वो क्या देखता है कि यीशु मसीह का जो भी स्वभाव जो यीशु मसीह का जीवन में था, वो कोई भी स्वभाव और गुण हमारे अंदर नहीं है, बल्कि हमारे अंदर का जो भी नकारात्मक बातें हैं, जो अयोग्य बातें हैं, वो बात हमें प्रकट कर कर क्या बताता है, इस सबको क्रूस में डालना, क्रूस में खत्म करना जरूरी है करके आत्मा हमें प्रकट करके देता है। उस समय में वो विश्वासी क्या करता है, उसका प्राण में जब उसको समझ में आता है कि हाँ ये सब क्रूस में चढ़ाना चाहिए, जरूरी है करके बोलते समय में वो उस बात को मानकर समर्पण करके उसको क्रूस की ओर लेकर जाना, क्योंकि क्रूस एक ऐसा जगह है जहां पर हमारा सारा नकारात्मक बातों को प्रभु खत्म करता है। तो जब वो सारा नकारात्मक बातें हमने जो माना हुआ बातें प्रकट किया हुआ बातें को क्रूस में खत्म करते समय में, तब पवित्र आत्मा क्या करेगा,
जहां से हमें जो मसीह का जीवन का जो बातें, ज्ञान की बातें जो कमी थी, वो सब बातों से, मसीह की बातों से वो हमें बढ़ता है और मसीह के समय रीति हमें बदलता है। അപ്പൊ നമ്മുടെ മനസാക്ഷിയിലാണ്, അതാണ് ജ്ഞാനത്തിന്റെയും ജ്ഞാനം നമ്മുടെ അന്തരാത്മാവിൽ, വെളിപ്പാട് കിട്ടുന്നത് മനസാക്ഷിയിൽ. അപ്പൊ മനസാക്ഷിയിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനത് സമ്മതിച്ച് എന്റെ സ്ഥാനം ക്രൂശാണെന്നും എന്നിൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങൾക്കും ക്രിസ്തുവിന്റെ യാഗം, എനിക്ക് ക്രൂശിലെ രക്തം എനിക്ക് പരിഹാരമാണെന്നും ദൈവം എന്നോട് ചോദിക്കത്തില്ലെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ മനസാക്ഷിയിൽ നിറയും. നമ്മുടേതായിരിക്കുന്ന മനസ്സിലല്ല, മനസാക്ഷിയിലാണ് ദൈവത്തിന് സമാധാനം നിറഞ്ഞൊഴുകുന്നത്. तो इसके लिए हमें क्या करना है? हम लोग जब जैसे एफएसओ में हमने पढ़ा 1:17 में कि वो ज्ञान और प्रकाश क्या हम कहां पर मिलेगा? वो मनुष्य का आत्मा में आता है। तो ज्ञान की बातें हैं वो मनुष्य का अंतर ज्ञान में, जो इंट्यूशन है, उस इंट्यूशन में जब प्रभु का, परमेश्वर का ज्ञान आता है आत्मा के मदद से, उसी समय में हमारे ज्ञान में अंतर ज्ञान का वो ज्ञान मिलने की वजह से हमारे विवेक में उसका प्रकाश भी मिलता है कि हमारा असली अवस्था क्या है करके। इस रीति से ज्ञान और प्रकाश का कार्य आत्मा हमारे जीवन में कार्य करता है और हमें प्रकट करते रहता है कि हम लोग कितना दोषी थे, हमें क्रूस में हमारा अवस्था क्या है, उसी सब बातों को क्रूस में हमें खत्म करना है। ये सब बातों को जब हम समर्पण करके अंगीकार करते हैं हमारा सारा नकारात्मक बातों को, तब परमेश्वर का शांति आनंद से हमें भर देता है। वो शांति कहां पर आता है? मनुष्य का विवेक में। परमेश्वर अपना पूरा शांति और आनंद, परमेश्वर का जो भी बात है हमारे विवेक में भर देता है। അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ആത്മാവിലുള്ള അന്തർജ്ഞാനത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ കുറ്റക്കാരാന്ന് കാണുകയും മനസാക്ഷി വേദനിക്കുകയും, അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ സമാധാനം, യേശു അതിന് പരിഹാരകനാണ്, ക്രിസ്തുവിന്റെ രക്തം മതി നിന്റെ മനസാക്ഷിയെ സമാധാനപ്പെടുത്താൻ എന്നറിയുമ്പോൾ, ഇത് ഈ ക്രിസ്തുവിനെ തന്ന ദൈവത്തിന് നന്ദിയോടെ, ഈ കമ്മ്യൂണിയൻ എന്നുള്ളതിന് വർഷിപ്പ് എന്ന് പറയാം, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഈ ജ്ഞാനമാണ് മനസ്സിൽ വരുന്നത്. तो जितना बार हमारा अंतर ज्ञान में परमेश्वर का ज्ञान हमको मिलते रहता है कि हमारा अवस्था क्या है, हम लोग कौन है करके, उसका दर्द और वेदना हमारा विवेक को उस बात का बोध होने लगता है, हमारे विवेक में ये बात को समझ में आने लगता है, क्योंकि वो ज्ञान हमें मिल गया। वो ज्ञान हमें वचन के द्वारा हमें समझाता है और हमें एहसास दिलाते रहता है। और जब हम ये बात को मानते हैं और समर्पण करते हैं कि प्रभु मैं ऐसा दशा में हूं, लेकिन आपने मुझे बचाया, आपने मुझे छुटकारा दिया, आपने मुझे संभाला है करके, ये सब बातें जब प्रकट करते समय में उस तरह क्या होता है, संगति के द्वारा या कम्युनियन के द्वारा हम परमेश्वर को आराधना में वो बात को धन्यवाद देते हैं। वो ये इस रीति है, अंतर्ज्ञान में वचन मिला हुआ बात का अनुभव जब हमारे वो बात को समझकर हमारे विवेक टूटकर समर्पण करता है, उसको खुशी से भरकर वो व्यक्ति धन्यवाद देने के लिए, प्रभु ने किया हुआ बात को धन्यवाद देने के लिए वो कम्युनियन यानी कि संगति के द्वारा या वो एक आराधना में प्रभु को धन्यवाद देकर प्रकट करता है। ये सब बातें हमारा मन में इसका ज्ञान मिलता है। അപ്പോൾ നമ്മുടെ ഈ അന്തർജ്ഞാനം, നമ്മുടെ മനസാക്ഷി, നമുക്ക് ദൈവത്തോടുള്ള ഈ കൂട്ടായ്മ, ഇതെല്ലാം ഹോളി സ്പിരിറ്റിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കൊണ്ട് നമ്മുടെ ആത്മാവ് നിറയുമ്പോൾ ആ നിറഞ്ഞൊഴുകുന്നതിന്റെ എക്സ്പ്രഷനാണ് മൈൻഡിലേക്കും വില്ലിലേക്കും ഇമോഷനിലേക്കും വരുന്നത്. तो अभी इसके लिए हमारा अंतर्ज्ञान में हमको परमेश्वर का ज्ञान मिलना और हम सचमुच कितना दोषी है करके उसका दर्द वेदना हमारे विवेक में समझना और प्रभु के साथ वार्तालाप करके संगति कर उसका खुशी जिक्र करना, प्रकट करके बताना, ये सब पवित्र आत्मा के मदद से ही हमारा आत्मा में वो कार्य होता है। जब आत्मा में हम लोग ये कार्य होकर समझ में आता है तो परमेश्वर का आनंद और शांति हमारे आत्मा में भर जाता है। और ये आनंद और शांति क्या होता है, आत्मा से हमारा प्राण में, तब हमारा मन, इच्छा, भावना उस बात का खुशी और आनंद को अनुभव करता है। അപ്പൊ നമ്മൾ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യം നമ്മുടെ ആത്മാവിലാണ്. तो परमेश्वर का राज्य को हमारा आत्मा में स्थापित किया है। കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ ആ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മുടെ മൈൻഡിലും വില്ലിലും ഇമോഷനിലും ഉള്ള പഴയ പ്രകൃതിയെ കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ ആത്മാവ് മനസാക്ഷിയിൽ വെളിപ്പെടുത്തി തരണം. അപ്പോൾ നമ്മൾ കൂടുതൽ ശൂന്യരാകുകയും ദൈവത്തിന്റെയും കൊണ്ട് ക്രിസ്തുവിനെയും കൊണ്ട് നമ്മൾ ഈ ദേഹി ഭാഗത്ത് നിറയുകയും ചെയ്യും.
तो इसके लिए हमारा पुराना स्वभाव जो पहले से हमारा इच्छा में, हमारा मन में और जो हमारा भावना में पुराना स्वभाव की बातें भरा हुआ है, वो सब बातों को क्रूस में प्रभु खत्म कर दिया है। ये बात को देखकर हमारा अंदर का नकारात्मक बातें या स्वाभाविक बातों का जीवन का जो उत्तेजना जो प्राण में भरा हुआ है, वो सब बातों को क्रूस में जब खाली करता है तो पवित्र आत्मा क्या करेगा? आत्मा से प्रभु का जीवन को हमारे प्राण में भर देगा। നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജഡം കൊണ്ട് മൈൻഡും ഇമോഷനും വില്ലും നല്ലതുപോലെ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നവരാണ്. हम लोग कौन है? स्वाभाविक रीति से हमारा प्राण को जो मिलने वाला उत्तेजना जो है, जो खुशी जो है, वो आत्मा के मदद से नहीं करता, बल्कि हमारा शारीरिक स्वभाव में जो शरीर है उसके उत्तेजना से, जो फ्लैशली स्वभाव है, पाप में प्रकृति का स्वभाव जो हमारा देह में बसा हुआ है, उसके उत्तेजना से हमेशा वो व्यक्ति क्या करता है? उसका प्राण में उत्तेजना मिलता है। അതാണ് നമ്മൾ വായിച്ച ജഡീകൻ, അല്ലെങ്കിൽ നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ജഡീക മനുഷ്യന് അത് മനസ്സിലാകത്തില്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വ്യാഖ്യാനം എന്താണെന്ന് തിരിച്ചറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ക്രൂശിലേക്ക് പോവുകയും. അവിടെ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ इसलिए पहला कोरिन्थी 2:14 में पढ़ते समय में वहां पर, परंतु അതിന്റെ 13ാം വാക്യം, ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല. മനുഷ്യജ്ഞാനമല്ല. കാരണം വെളിയിലത്തെ ജ്ഞാനം ആത്മീയ വിഷയത്തിൽ പറഞ്ഞാൽ നമുക്കത് അത് ആത്മീയനെ സംബന്ധിച്ചോളം അത് മനസ്സിലാകത്തില്ല. तो प्रभु ആത്മീയനെ സംബന്ധിച്ചോളം ആത്മീയ കാര്യങ്ങളാണ് പറയേണ്ടത്. तो शारीरिक मनुष्य नहीं बल्कि स्वाभाविक मनुष्य है, प्रभु के आत्मा की बातों को कभी ग्रहण नहीं करता। क्यों? क्योंकि पौलुस जब बात करता है, जब भी पौलुस बात करते समय में वो मनुष्य को ज्ञान को समझने वाली बातों को नहीं वो बात करता, परंतु आत्मा को समझने वाली बातों से वो बात करता है। क्योंकि परमेश्वर की बातें शारीरिक मनुष्य नहीं समझता, आत्मिक बातें है जो समझते हैं। നമ്മളുടെ ദേഹിയിലുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ പാപ സ്വഭാവം ആത്മാവ് മുഖാന്തരം, പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മുടെ ആത്മാവിലൂടെ, നമ്മുടെ അന്തർജ്ഞാനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഉടനെ കീഴ്പ്പെട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്നും കുഞ്ഞാന്റെ രക്തം എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു ബോധോദയം നമുക്ക് ഉണ്ടാകുമ്പോൾ കൂടുതലായി നമ്മുടെ ദേഹിഭാഗം വിശുദ്ധീകരിക്കപ്പെടുകയും ദേഹിഭാഗത്തേക്ക് ക്രിസ്തുവിന്റെ പ്രകൃതി, വെർച്യൂസ് കൊണ്ട് നിറയുകയും ചെയ്യും. तो जितना हमारा प्राण में जो पाप छुपा हुआ है, जो शारीरिक स्वभाव से जो हम पाप करते हैं, ये सब बातें पवित्र आत्मा की मदद से हमारे आत्मा जितना बात को, हमारा प्राण की गलतियां, कमियां, पाप के विषय को बातों को जब प्रकट करता है, उसका ज्ञान हमें भर देता है, उतना वो व्यक्ति के प्राण वो बातें जब क्रूस में खत्म हो जाता है, तो उतना वो व्यक्ति का प्राण में प्रभु अपना जीवन से भरकर आत्मा के नियंत्रित में रखकर प्रभु उसको चलाता है। നമുക്ക് നമ്മുടേതായിരിക്കാൻ നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബ്ലഡും ബോണും നമ്മുടെ ഫ്ലഷും അതിൽ നിന്ന് കിട്ടിയ ജ്ഞാനവും അതിന്റെ സമ്പത്തും എല്ലാം ലോകത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ്. अभी हम लोग शारीरिक जीवन में जीते समय में हमारे शरीर का स्वभाव में, जिसमें जो हड्डी है, जो लहू है, और ये सब बातें क्या है, ये सब हमें इस दुनिया में हमें उसको छोड़ना है. എന്നിട്ട് നമ്മുടെ ഇച്ഛ, നമ്മുടെ വില്ല്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷൻ സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. और फिर हमारा मन, इच्छा, भावना, ये सब स्वर्ग में की बातों में मन लगाना है. പണ്ട് ഇത് ഭൂമിയോട് ബന്ധപ്പെട്ടതായിരുന്നു. पहला ये सब भूमि की बातों में मन लगता था, ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വ്യാപരിച്ച്, परंतु अभी परमेश्वर का आत्मा हमारे आत्मा में काम करके നമ്മുടെ ദേഹിയെ വിശുദ്ധീകരിച്ച്, हमारा प्राण को पवित्र करके, ഈ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മള് എക്ലീസിയാസ്റ്റിക് 12:7 പറയുന്നത് പോലെ നമുക്ക് മണ്ണ് മണ്ണോട് ചേരും, ആത്മാവ് അത് തന്ന ദൈവം. അപ്പൊ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമ്മുടെ ദേഹിയെയും കൂടെ കൊണ്ടുപോകും. ഇതാണ് പ്രാണന്റെ രക്ഷ. तो प्राण का उद्धार वास्तव में क्या है? प्रभु ने हमको जो दिया हुआ आत्मा वो क्या करेगा? जैसा हम लोग सब उपदेश में उसका 12:7 में पढ़ते समय में, मिट्टी जो है वो मिट्टी से मिल जाएगा, शरीर वापस मिट्टी में मिल जाएगा, परंतु आत्मा जो सृष्टि करता है उसको बनाया है उसी के पास लौट जाएगा. परंतु आत्मा जाते समय में अकेला नहीं जाएगा, वो व्यक्ति का प्राण को भी लेकर जाएगा. उसके लिए वो व्यक्ति का प्राण प्रभु का रूप में अनुरूप होना, बदलना बहुत जरूरी है. जो इस दुनिया में जीते समय में आत्मा हमें मदद करता है, हमारा शारीरिक रीति से जो स्वभाव प्राण में भरा हुआ है उसको बदलकर आत्मिक रीति से बदलता है. तो आत्मा प्रभु जब बुलाएगा हमें, जब हमारा आत्मा वापस प्रभु के पास जाता है, वो हमारा प्राण को भी लेकर जाता है. അപ്പൊ നമ്മുടെ ദേഹിയിലെ ക്രിസ്തുമയമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ സ്പിരിറ്റ് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ അത് പുറത്തു തള്ളി
ഇതിനെയാണ് അനുസരിക്കുക എന്ന് പറയുന്നത്. तो हमारा प्राण क्या करेगा? हमें परमेश्वर की पवित्र आत्मा की मदद के द्वारा जो मनीषा आत्मा हमको मिला है, ये मनीषा आत्मा जब प्राण को समझाता है कि उसका प्राण कितना निकम्मा है और जो जो गलत स्वभाव से, नकारात्मक बातों से भरा हुआ है करके, ये बात समझकर जब वो प्राण उसको मान लेता है और आज्ञा में अधीन होता है, तब वह प्रभु का पूर्ण कार्य हो रहा है। इसी को ही तो वचन को मानना, आत्मा का अधीन होना करके कहते हैं। तो हमारा मनीषा आत्मा प्राण के बारे में क्या कहता है? वो मानना ही है सच्चा आज्ञाकारिता। അപ്പോൾ ഇത് വെളിയിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ നിന്ന് കേട്ടാലും നമുക്ക് അത്രത്തോളം പ്രയോജനമാകത്തില്ല. കാരണം ഇത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളിൽ ഇത് കാര്യം വരുന്നത്. നമ്മളെ ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ ഏതെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞാണ്ട് രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ദേഹി ഭാഗം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് മനസ്സ് പുതുക്കി നമ്മള് ഓരോ ദിവസവും രൂപാന്തരപ്പെടാൻ ദൈവാത്മാവ് ഇടവരുത്തുന്നു. इसके लिए ये बात हम लोग शारीरिक रीति से सुनने से ये बात नहीं होगा, बल्कि ये प्रार्थना के द्वारा है जब ये बातें मुमकिन होता है। प्रार्थना के द्वारा हम जब अपने आप को समर्पण करके, अगर उस व्यक्ति का जीवन में उसका प्राण विवेक कभी भी अगर उसको दोष दे रहे हैं तो प्रभु के साथ का संगति का अनुभव उसको नहीं हो पाएगा। इसलिए प्रार्थना के द्वारा है वो प्रभु का उस बातों में वो समर्पण करके वो ज्ञान को वो प्राप्त कर कर प्रभु का उपस्थिति में वो जीता है, जिसके वजह से वो ज्ञान प्रभु उसको उस आनंद से भरता है जब प्रभु उसको ज्ञान देता है। അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും, അപ്പൊ നമുക്ക് ജ്ഞാനം ഇതാണ്, ഇൻഡ്യൂഷനിലാണ് ജ്ഞാനം. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഇൻഡ്യൂഷനിൽ ജ്ഞാനം തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്കത് വെളിപ്പെടണം. മനസാക്ഷി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ മനസ്സിൽ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. तो इसके लिए जैसा हमने एफिसों में पढ़ा कि वो हमें ज्ञान और प्रकाश की आत्मा दे, तो ज्ञान की बातें हमारा अंतर ज्ञान में पहले से ही इंट्यूशन में वो बात का ज्ञान प्रभु देते रहता है, परंतु वो ज्ञान का बात है हमारे विवेक में उसको समझना, उसको प्रकाशमय होना बहुत जरूरी है। ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ജഡീകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിനെ ഈ വില്ലും ഇമോഷനും മൈൻഡും പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ആത്മാവിനെ ഭരിക്കുന്നത് ഈ ദേഹി ഭാഗമാണ്. അതിന്റെ കൺട്രോൾ വിടണം. ദേഹിക്ക് നമ്മുടെ ആത്മാവിലുള്ള സ്വാധീനത കുറഞ്ഞു വന്നിട്ട് സ്പിരിറ്റിന് നമ്മുടെ ദേഹിയിൽ സ്വാധീനത വരുമ്പോഴാണ് നമ്മൾ ആത്മീയനായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. स्वाभाविक रीति से एक स्वाभाविक मनुष्य का अवस्था क्या है? उसका प्राण है जो उसका आत्मा को नियंत्रण करता है, उसका प्राण है जो एक एक कार्य उसका आत्मा को दबा सकता है। परंतु नया जन्म पाए हुए व्यक्ति को क्या करना चाहिए? उसका प्राण जो उसका आत्मा को जो दबा रहा है या दबाकर उसको ये करने देख रहा है, उसका चंगुलता से उसको बाहर निकलकर ऐसा अवस्था होना चाहिए कि अभी आत्मा है जो प्राण को नियंत्रण करता है, प्राण को चलाता है। तो जब मनुष्य का आत्मा जब वो व्यक्ति का प्राण को चलाएगा, वही व्यक्ति सच्चा आत्मिक व्यक्ति है। നമുക്ക് സഭയായിട്ട് ഒരു മനസ്സ് പോലെ ലൈക്ക് മൈൻഡഡ് ബ്രദറിനായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവിലുള്ള ഭരണം സഹോദരന്മാർ അറിഞ്ഞില്ലെങ്കിൽ ചിലർ ആത്മാവിലായിരിക്കും, ചിലർ ജഡത്തിലായിരിക്കും. അപ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. तो अगर मंडली में, कलीसिया में जब जीते समय में सभी भाइयों के साथ समानता और एकता में एक मन होकर अगर हमें जीना है, तो हम सभी मंडली के सभी भाई लोग आत्मा का नियंत्रण में होना बहुत जरूरी है। लेकिन कुछ भाई लोग आत्मा का नियंत्रण में रहते, कुछ भाई लोग प्राण के नियंत्रण में रहते हैं, तभी कलीसिया में झगड़ा, फूट, ईर्ष्या, द्वेष होता है। അത് ഏകാത്മാവിൽ നമ്മൾ ഐക്യപ്പെട്ടിട്ട്, അതാണ് നമ്മള് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്, ഏകാത്മാ. അപ്പം സഭയിലുള്ള എല്ലാവരും ഏക ആത്മാവിൽ ഐക്യപ്പെടുമ്പോൾ അവർക്ക് ആത്മാവിൽ ഈ ഭാഗത്ത് ഈ മനസാക്ഷിയിൽ നല്ല ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഏകാത്മാവിൽ ഐക്യപ്പെട്ടു പോകാൻ കഴിയുള്ളൂ. इसलिए रोमियो में जैसा लिखा है कि एक आत्मा में तुम लोग एकता में तुम लोग बने रहो करके। लेकिन मंडली में जब सब भाई लोग आत्मा के नियंत्रण में रहेगा, या आत्मा का कार्य यानी आत्मा है जो प्राण को नियंत्रण करना चाहिए करके, ये बात का ज्ञान का प्रकाश अगर सब भाइयों को मिलेगा, तो ही सब भाइयों के जीवन में या उस मंडली में सब लोग एक आत्मा का एकता में जी पाएंगे। ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് ഇനിയും സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദീപാവലിയുടെ മീറ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. प्रभु हम धन्यवाद करें, प्रभु हम सबको आशीष करे और प्रभु हमको अच्छा संगति दिया उसके लिए धन्यवाद। प्रेज द लॉर्ड।